തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. ഓടി ഓടി വായോ. എനിക്ക് വയ്യ. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഒന്ന് ഏറ്റുമുട്ടി നോക്കാം. തോൽക്കുന്നത് ആരാന്നറിയാലോ. അയ്യോ, ഇത്രയും കാലം അവരുടെ വിലസി, ഇനി നടക്കില്ല. ഞാൻ ഉറപ്പിച്ചു. 52 UDF LDF 48. ഈ സസ്പെൻസിൽ ഒരു സുഖമില്ലേ, അത് ഞാനായിട്ട് കളയുന്നില്ല. പൊളിറ്റിക്കൽ കൊണണ്ട്രം. വിഷമിച്ചിട്ട് കാര്യമില്ല, എന്റെ ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞതാ. 68 മാറ്റ് 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 67 മാറ്റ്. എന്നാലേ ആ റോഡിലോട്ട് ഇറങ്ങുന്നില്ലേ, 4 പേര് കേൾക്കും. ലേലം വിളി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ആളുകളൊക്കെ പൂരപ്പാട്ടാ. ചെവിട് അടച്ചുപോയി. അങ്ങനെ പറ്റത്തില്ല. രണ്ടിലൊന്നറിയാതെ എങ്ങനെയാ പോവാ? തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ചിന്തിക്ക കൂടാതെ, അന്തമാതിരി ആലോചിക്കാൻ കൂടാതെ അതയും താണ്ടി പുനിതമായ റിസൾട്ട് ഇവിടെ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കണമെങ്കിൽ വല്ല ഊട്ടിയിലെ വല്ലയിടത്തും പോടാ. നാക്കിനെല്ലാന്ന് വെച്ച് പറയുന്നതിന് ഒരു ലൈസൻസ് വേണം. 68 LDF 68. പത്തനാപുരത്ത് പാറപ്പുറത്ത് 10 പച്ചത്തത്തെ ചത്തുകുത്തി. അല്ല, അതിന് പുച്ഛത്തിന് കുറവൊന്നുമില്ല. ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ. ഗണേഷ് കുമാർ പിന്നിൽ. വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടികക്കയറ്റമാണ് ഇവിടെ. ഭരണവിരുദ്ധ വികാരത്തിന്റെ കൊടുങ്കാറ്റുണ്ടോ? ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാൻ കട വരെ തുടങ്ങിക്കോളാൻ. 82, 54, 82, ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. എനിക്ക് മിക്കവാറും അറ്റാക്ക് വരാൻ സാധ്യത. ഒന്നുമില്ല, സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെയാ. ഞാൻ തെറ്റിദ്ധരിച്ചു. മണ്ടം വിശ്വസിച്ചു. മന്ത്രിമാരുടെ പേരെല്ലാം എഴുതിയോളൂ. പി ശിവൻകുട്ടി, വീണ ജോർജ്, കെ ഗണേഷ് കുമാർ. ബോറായോ? മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. പിന്നിൽ അയ്യോ, ഒരു നിവർത്തി. ആകെ പ്രശ്നം. ഇറങ്ങി പോടാ പുല്ല്. ഓണത്തിന്റെ പൂട്ടുവച്ചോടോ. കേരളത്തിന്റെ ക്യാപ്റ്റൻ, LDF ക്യാപ്റ്റൻ, 10 വർഷം മുഖ്യമന്ത്രി പിന്നിലായോ? ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ നിന്ന് പാടാറുണ്ടല്ലോ, നാക്കി എപ്പോഴെടുക്കും. ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. നുണ പറയാൻ മിടുക്കനല്ലേ. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ജനങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ടോട്ടൽ സീറ്റ് 140, UDF 88, LDF 48, NDA. നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. ഒരു വിജയോ കൊല്ലാത്ത വിജയം. നാണമില്ല മാനമില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. നീ ഇപ്പൊ എന്താ ഒരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കെ കൊടുത്ത് ആ വഴിക്ക് പോയിക്കോ. പുറത്ത് തലയെ മുന്നിട്ട് നടക്കേണ്ടി വരും. ഇത് കഠിനമായ ഭരണവിരുദ്ധ വികാരമാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. ഇവര് മൈൻഡ് ചെയ്യത്തില്ല. അത്രയും വേണ്ടായിരുന്നു ശങ്കര, അവർക്ക് വെറുതെ വൈരാഗ്യം കൂടും. പിന്നെ അത് പോരായിരുന്ന എന്റെ അഭിപ്രായം. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ആ കണ്ണട വെച്ച ചേട്ടനെ മനസ്സിലായോ? ചേട്ടാ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നമ്മൾ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയുന്നതാണോ നീ ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ തിറക്കുന്ന? അവന്റെ തലയിൽ ഇങ്ങനെ ഒരു തറുതല തോന്നുന്ന ആര് വിചാരിച്ചു? മഞ്ഞ 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 ബൾബുകൾ എന്ന് പറഞ്ഞ പോലെ പച്ച 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 പച്ച. എന്തെങ്കിലും മെഴുവി വെക്കാതെ ഒരു കാര്യമായിട്ടുള്ള ഒരു പോയിന്റ് പറ. ഈ ത്രിവർണ്ണ കരങ്ങളോടെ തൂക്കി തൂക്കി. ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. മനസ്സിലായെന്നറിയോ? വോട്ടർമാര് കരുതി വെച്ചിരിക്കുകയാണ്. ഒരു കുത്തു കുത്തി പിച്ചാത്തി എടുത്തിട്ട് പിന്നെയും കുത്തി. എല്ലാം കൂടെ എന്താടോ പേപ്പർ കീറുന്നേ? അവന്റെ ആ ചീട്ട് കീറാൻ സമയമായല്ലോ എന്ന് ഓർത്ത് കീറിപ്പോയതാ. അല്പം ക്രൂരമായി പോയി, അറിയാൻ സാർ. തീരാത്ത മനുഷ്യനാണ്. തൂക്കി വാരി കായവാരി താഴെ അടിച്ച് കളഞ്ഞു. ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്, ഇനിയിപ്പോ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്.